നമസ്കാരം. നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് ചിലത് പഠിക്കാനുണ്ടാവും. ജീവിതത്തിൻ്റെ വൈചിത്ര്യത്തെക്കുറിച്ച്, യാദൃച്ഛികതയെക്കുറിച്ച്, വിസ്മയത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാനുണ്ട്. പുതിയ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ, സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ അവിടെയുമുണ്ട് ചില പാഠങ്ങൾ. നോക്കൂ, നനച്ചിരിക്കാതെ ചിലർ മന്ത്രിമാരാവുന്നു. വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിലർ മന്ത്രിമാർ ആവാതെ പോകുന്നു. ജയിച്ചാൽ മന്ത്രിയാകും എന്നുറപ്പുള്ള ചിലർ ജയിക്കാതെ പോകുന്നു. ഈ കൊടുങ്കാറ്റിലും വളരെ വിചിത്രമല്ലേ ജീവിതം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിച്ച് യുവജനകാര്യക്ഷേമ മന്ത്രിയായി ചുമതലയേറ്റ OJ ജനീഷിൻ്റെ കാര്യം മാത്രം ഓർക്കുക. എന്തൊരു മാറ്റമാണ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചു. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി കുടുംബം നോക്കി. ജനീഷ് പഠിച്ചപ്പോൾ മുതൽ KSUക്കാരനാണ്. പക്ഷേ ജനീഷ് വളരുന്നതനുസരിച്ച് തൃശ്ശൂരിലെ കോൺഗ്രസ് തളർന്നുകൊണ്ടിരുന്നു. ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തു, അടികൊണ്ടു, അനേകം ദിവസങ്ങൾ ജയിലിൽ കിടന്നു. ഒരിക്കൽ പോലും എവിടെയെങ്കിലും എത്തുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ മത്സരിച്ചു, വിജയിച്ചില്ല. ഒന്നാമതോ രണ്ടാമതോ എത്തിയില്ല. എന്നാൽ യാദൃച്ഛികമായി 2 വർഷം മുമ്പ് നടന്ന യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിലാകുന്നു. മാങ്കൂട്ടത്തിലിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും MLA സ്ഥാനവും നഷ്ടപ്പെടുന്നു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവാൻ മത്സരം നടന്നപ്പോൾ രണ്ടാമതെത്തിയ അബിൻ വർക്കിക്ക് പകരം OJ ജനീഷിന് നറുക്ക് വീഴുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽപ്പെട്ട് രാജിവെച്ചു പോയില്ലെങ്കിൽ OJ ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയില്ലെങ്കിൽ OJ ജനീഷിന് ഇക്കുറി കൊടുങ്ങല്ലൂരിൽ സീറ്റ് കിട്ടില്ല. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് ജനീഷോ കോൺഗ്രസ് പാർട്ടിയോ വിചാരിച്ചിരുന്നില്ല. കൊടുങ്ങല്ലൂരിലെ ജനകീയ നേതാവ് VK രാജൻ്റെ മകൻ സുനിൽകുമാറായിരുന്നു എതിരാളി. തുടർച്ചയായി CPI വിജയിച്ചു പോരുന്ന മണ്ഡലം. അവിടെ ഒരു സ്ഥാനാർത്ഥി വേണ്ടതുകൊണ്ട് ജനീഷിന് സീറ്റ് കൊടുത്തതാണ്. ആ സീറ്റ് ആദ്യം പറഞ്ഞത് TN പ്രതാപനായിരുന്നു. എന്നാൽ കൊടുങ്ങല്ലൂരിനേക്കാൾ കൂടുതൽ വിജയസാധ്യത മണലൂരിലാണ് എന്ന് കണ്ടാണ് TN പ്രതാപൻ അങ്ങോട്ട് പോയത്. നോക്കൂ, ചരിത്രത്തിൽ 2 തവണ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു വലിയ UDF കൊടുങ്കാറ്റ് ഇക്കുറി വീശിയടിക്കുന്നു. ജനീഷ് അത്ഭുതകരമായി വിജയിക്കുന്നു. വിജയിച്ചതോടുകൂടി ജനീഷിൻ്റെ ജീവിതം അടിമുടി മാറുകയാണ്. കൊടുങ്ങല്ലൂരുകാരുടെ MLA ജനീഷ് ആകുന്നു. മന്ത്രി ചർച്ചയിലേക്ക് വരുന്നു. ജനീഷിൻ്റെ പേര് ഒരിടത്തും ഉയർന്നിട്ടില്ല, ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ജനീഷിനേക്കാൾ പ്രായമുള്ള, ജനീഷിനേക്കാൾ സീനിയറായ, ജനീഷിനേക്കാൾ രാഷ്ട്രീയ പരിചയമുള്ള അനേകം പേരുണ്ട്. എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്നും ജയിച്ചു വന്ന 8 പേരിൽ ഒരാളായതുകൊണ്ട് തന്നെ, ആ സമുദായത്തിൽ നിന്ന് ജയിച്ച ആർക്കും സീനിയോറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ മൂന്നാമതൊരാളെ കൂടി MLA ആക്കാൻ തീരുമാനിച്ചപ്പോൾ ജനീഷിന് നറുക്ക് വീഴുന്നു. 3 ഘടകങ്ങളാണ് ജനീഷിനെ മന്ത്രിയാക്കിയത്. 1, ജനീഷ് തൃശ്ശൂർ ജില്ലക്കാരനാണ്, തൃശ്ശൂരിനെ ഒരു മന്ത്രിയെ വേണം. 2, ജനീഷ് ഈഴവനാണ്, ഈഴവ സമുദായത്തിലാണ് മൂന്നാമതൊരു മന്ത്രി കൂടി ആവശ്യമുള്ളത്. 3, ജനീഷ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാണ്, യുവജനങ്ങളെ പിന്തുണച്ചതിൻ്റെ കയ്യടി കിട്ടും. നോക്കൂ എത്ര വേഗമാണ് ജനീഷിൻ്റെ ജീവിതം മാറിമറിഞ്ഞതെന്ന്. അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോകുന്ന പണം ജീവിക്കാൻ തികയാത്തത് കൊണ്ട് ജനീഷ് പല പാർട്ട് ടൈം ജോലികളും ചെയ്തിരുന്നു. സെക്യൂരിറ്റി പണിക്ക് പോയിട്ടുണ്ട്, ഇൻ്റർനെറ്റ് കഫേയിൽ പോയിട്ടുണ്ട്, ഒരു വ്യവസായ സ്ഥാപനത്തിൽ നൈറ്റ് ഷിഫ്റ്റിൽ പണിയെടുക്കാൻ പോയിട്ടുണ്ട്, പെരുമ്പാവൂരിൽ പുസ്തകശാലയിൽ സെയിൽസ്മാൻ ആയിട്ടുണ്ട്, ഒരു സൈക്കിൾ കടയിലെ പണിക്കാരനായിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ജനീഷ് ജനിച്ചു വന്നത്. ഇതൊന്നും പഴയകാലത്തെ ഓർമ്മകളല്ല, ഈ കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ സംഭവിച്ചവയാണ്. ഇതിനിടയിലാണ് ജനീഷ് മന്ത്രിയാവുന്നത്. അതേസമയം മറുവശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംഭവിച്ചത് എന്താണ്? രാഹുലിൻ്റെ വാക്ചാതുരി, ചാനൽ ചർച്ചകളിലെ നിറദീപം, എവിടെ നിന്നാലും മത്സരിക്കാൻ കഴിയുന്ന അപൂർവ നേതാക്കളിൽ ഒരാളായി കത്തിജ്വലിച്ചു നിന്ന ആ ജീവിതം പെട്ടെന്ന് ഒരു വിവാദത്തിന് പുറത്ത് നിലച്ചു പോകുന്നു. MLA പോലും അല്ലാതാകുന്നു. ഇപ്പോഴും മാങ്കൂട്ടത്തിൽ ജനപ്രിയനാണെന്ന് ഓർക്കണം. അതുപോലെ തന്നെയാണ് TN പ്രതാപൻ്റെ കാര്യം. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കിയിരുന്നിട്ടും അന്നത്തെ സമവാക്യങ്ങൾക്കിടയിൽ മന്ത്രിസ്ഥാനം നിഷേധിക്കപ്പെട്ട 2 നേതാക്കളിൽ ഒരാളായിരുന്നു TN പ്രതാപൻ. ഒന്നാമൻ VD സതീശൻ ഇപ്പോൾ മുഖ്യമന്ത്രിയായി. രണ്ടാമൻ TN പ്രതാപൻ ഉറപ്പായും ഈ മന്ത്രിസഭയിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ നിസ്സാരമായ വോട്ടുകൾക്ക് TN പ്രതാപൻ മണലൂരിൽ തോറ്റുപോയി. UDF കൊടുങ്കാറ്റ് ആഞ്ഞു വീശി തൃശ്ശൂരിൽ പോലും UDFന് വിജയം കൈവരിക്കാൻ കഴിഞ്ഞപ്പോഴാണ് ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കാൻ കഴിയുന്ന വൈദഗ്ധ്യമുള്ള പ്രതാപൻ തോറ്റുപോയത്. ഇതിനേക്കാൾ വലിയ ട്രാജഡി പ്രതാപൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാനുണ്ടോ? OJ ജനീഷിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയണം. കോഴിക്കോട് മന്ത്രിമാരില്ല,
UDFന് ഒരുപാട് വിജയങ്ങൾ സമ്മാനിച്ചതാണ്. ഈഴവ സമുദായാംഗം തന്നെയാണ് അവിടെ ജയിച്ച ജയന്തിൻ്റെ ചരിത്രവും സമാനതകളില്ലാത്തതാണ്. പക്ഷേ മറ്റു ചില മാനദണ്ഡങ്ങൾ പരിഗണിച്ചപ്പോൾ ജയന്ത് ഒഴിവാക്കപ്പെടുകയാണ്. നോക്കൂ, കോൺഗ്രസിൻ്റെ യുവ തുർക്കികളിൽ ഒരാളായ VT ബൽറാമിന് മന്ത്രിയാവാൻ കഴിഞ്ഞില്ല. നോക്കൂ, AICC ജനറൽ സെക്രട്ടറി പോലുമായിട്ടുള്ള ഷാനിമോൾ ഉസ്മാൻ എന്ന ന്യൂനപക്ഷ നേതാവിനെ മന്ത്രിയാവാൻ കഴിഞ്ഞില്ല, ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ളൂ. മുഖ്യമന്ത്രി VD സതീശൻ 2 മന്ത്രിമാരെ നിർദ്ദേശിക്കാൻ അവസരം കിട്ടിയാൽ പറയുന്ന 2 പേരായിരുന്നു VT ബൽറാമും ഷാനിമോൾ ഉസ്മാനും. കിട്ടിയില്ല, അവസരം ലഭിച്ചില്ല. ഇതുപോലെ തന്നെ തുളസിയുടെ കാര്യവും. പലർക്കും ഈ തുളസി ആരാണെന്ന് അറിയില്ല. തുളസി നെന്മാറ കോളേജിലെ പ്രൊഫസറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. മുമ്പും നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്, വനിതാ കമ്മീഷൻ അംഗമായിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ MPയുടെ ഭാര്യയാണ്. കോങ്ങാട് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് പ്രതീക്ഷയില്ല. കോങ്ങാട് CPMൻ്റെ സ്ഥിരം മണ്ഡലമാണ്. പക്ഷെ കൊടുങ്കാറ്റിൽ കോങ്ങാടും ആടി ഉലഞ്ഞു. തുളസി ജയിച്ചു, തുളസി മന്ത്രിയായി. ആദ്യമായി MLA ആയതാണ്. തുളസിയേക്കാൾ ഒരുപാട് പരിചയസമ്പത്തും പാർട്ടി പദവിയുമുള്ള ഷാനിമോൾ ഉസ്മാനെ പദവി കിട്ടിയില്ല എന്ന് ഓർക്കണം. ഇതാണ് ഭാഗ്യമെന്ന് പറയുന്നത്. ഇതോടൊപ്പം പറയേണ്ട മറ്റൊരു പേരാണ് മാത്യു കുഴൽനാടൻ്റേത്. മാത്യു കുഴൽനാടനായിരുന്നു AP അനിൽകുമാർ കഴിഞ്ഞാൽ KC വേണുഗോപാലിൻ്റെ 2ാമത്തെ ടീം ലീഡർ. എല്ലാ നീക്കങ്ങൾക്കും ചുക്കാൻ പിടിച്ചയാൾ. വലിയ ഭൂരിപക്ഷത്തിൽ 2ാം തവണ ജയിക്കുന്നു. വലിയ ജനപ്രീതിയുണ്ട്. മാത്യു കുഴൽനാടൻ മന്ത്രിയാവണം എന്ന് ആഗ്രഹിക്കുന്നവർ ഏറെയാണ്. മാത്യു കുഴൽനാടൻ മന്ത്രിയാകാൻ ഒരു തടസ്സവുമില്ല. കാരണം KC വേണുഗോപാൽ പറയുന്നവർക്കാണ് കൂടുതൽ മന്ത്രിസ്ഥാനം കിട്ടുന്നത്. പക്ഷേ ജാതി സമവാക്യങ്ങൾ അവിടെ തെറ്റിപ്പോയി. മാത്യു കുഴൽനാടൻ യാക്കോബായക്കാരനായതുകൊണ്ട് മാത്രം മന്ത്രിയായില്ല. എന്നാൽ വേണു ക്യാമ്പിലുള്ള റോജി M. ജോൺ മന്ത്രിയായി, കത്തോലിക്കനായതുകൊണ്ട്. കാരണം ഓർത്തഡോക്സുകാർക്ക് മന്ത്രിയില്ല, യാക്കോബക്കാർക്ക് 2 മന്ത്രി കൊടുത്താൽ അത് അനുപാത വ്യത്യാസമാവും. അനൂപ് ജേക്കബ് മന്ത്രിയായി മറുവശത്തുണ്ട്. അതുകൊണ്ട് തന്നെ KC ആഗ്രഹിച്ചിട്ടും മാത്യു കുഴൽനാടന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല. നോക്കൂ, ജാതിയും മതവും ജനിച്ച സാഹചര്യവും നിലവിലുള്ള പദവിയും ഒക്കെ ചിലർക്ക് ഗുണമാകുമ്പോൾ ചിലർക്ക് ദോഷമാകുന്നത് എങ്ങനെ എന്നതിന് തെളിവായി മാറുന്നു. പാവം PV അൻവറിനെ ഓർക്കാതിരിക്കാൻ എങ്ങനെ കഴിയും? വാസ്തവത്തിൽ UDFൻ്റെ ഇപ്പോഴത്തെ വിജയത്തിൽ അൻവറിനുള്ള പങ്ക് അത്ര ചെറുതായി കാണാൻ കഴിയില്ല. മുസ്ലിം സമൂഹത്തിനിടയിൽ പിണറായി വിരോധമുണ്ടാവാൻ പ്രധാന കാരണക്കാരൻ അൻവറാണ്. പിണറായി പാളയം വിട്ടിറങ്ങിയ അൻവർ പിണറായിക്കും കുടുംബത്തിനുമെതിരെ നടത്തിയ അതിശക്തമായ യുദ്ധമാണ് മുസ്ലിം സമൂഹത്തെ അകറ്റിയത്. സിറ്റിംഗ് സീറ്റ് വിട്ടുകൊടുത്ത് പുറത്തേക്കിറങ്ങിയ അൻവറിനെ ആ സീറ്റ് നഷ്ടപ്പെടുന്നു. പകരം വിജയസാധ്യതയുള്ള സീറ്റുകൾ ലഭിക്കാതെ പോകുന്നു. 2 കൽപ്പിച്ച് വെല്ലുവിളിച്ചുകൊണ്ട് ബേപ്പൂരിൽ റിയാസിനെതിരെ ഇറങ്ങിയപ്പോൾ കൊടുങ്കാറ്റിൽ ജയിക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി കേരളം അങ്ങോളം ഇങ്ങോളം. പക്ഷെ ബേപ്പൂരിനെ മാത്രം ഒഴിവാക്കി കോഴിക്കോടെ മറ്റെല്ലാ ഇടങ്ങളും താറുമാറാക്കി കൊടുങ്കാറ്റടങ്ങി. അൻവർ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ എന്തോ അപകടത്തിൽ പരിക്കേറ്റ് TV-യിലൂടെ സത്യപ്രതിജ്ഞ ചെയ്ത് കണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ജീവിതം. നനച്ചിരിക്കുന്നതല്ല സംഭവിക്കുന്നത്, ആഗ്രഹിക്കുന്നതല്ല സംഭവിക്കുന്നത്. എല്ലാ യോഗ്യതകളും അർഹതകളും ഉണ്ടെങ്കിലും കൈവിരലുകൾക്കിടയിലൂടെ അവസാന നിമിഷം ഭാഗ്യം ചോർന്നു പോവാം. ഒട്ടും പ്രതീക്ഷയില്ലെങ്കിലും അവസാന നിമിഷം നനച്ചിരിക്കാതെ ഭാഗ്യം തേടിയെത്തിയെന്ന് വരാം. ഇതാണ് ജീവിതം. ഇത് മാത്രമാണ് ജീവിതം.